الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث فيهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സൂറത്ത് സുമറിലെ ആദ്യത്തെ 2 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. അൽ അസീസ് അൽ ഹകീം, അള്ളാഹുവിൻ്റെ 2 സിഫത്തുകളാണിത്. ഇസ്സത്തുള്ളവനാണ് അസീസ്, ഹിക്മത്തുള്ളവനാണ് ഹക്കീം. അങ്ങേയറ്റത്തെ പ്രതാപിയും അങ്ങേയറ്റത്തെ യുക്തിമാനുമായ അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാകുന്നു ഇത്. ഖുർആനാണ് തൻസീൽ, കിതാബ്. ഏറ്റവും പ്രതാപമുള്ള, ഏറ്റവും ഹിക്മത്തുള്ള അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതായ ഗ്രന്ഥമാണിത്. ഒരു ഗ്രന്ഥത്തിൻ്റെ മഹത്വം അതാരിറക്കി എന്നതാണ്. ആരെഴുതി? ആ ഇറക്കിയയാളുടെ മഹത്വം. ഈ ഒരുപാട് മഹത്വം അള്ളാഹുവിനെ പറ്റി ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്നത് ഒന്ന് ഇസ്സത്തുള്ളവനാണ്, മറ്റൊന്ന് ഹിക്മത്തുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം എവിടെ നോക്കിയാലും അതിൽ പറയുന്ന കാര്യങ്ങൾ ഇസ്സത്തുള്ളവൻ നൽകിയതാണ് എന്ന് കാണാൻ കഴിയും. ഇതിൽ പറയുന്ന ഏത് നിയമങ്ങളും അങ്ങേയറ്റത്തെ ഹിക്മത്തുള്ളവൻ തന്നതാണ് എന്ന് കാണാൻ സാധിക്കും. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ, അൽ കിതാബ്, ഈ ഗ്രന്ഥം തീർച്ചയായും നാം താങ്കളിലേക്ക് ഇറക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തു പറയുന്നു, താങ്കൾക്ക് ഈ ഗ്രന്ഥം നാം ഇറക്കിയിരിക്കുന്നത് ബിൽ ഹഖ്, ഹഖ്
ഹക്കായിക്കൊണ്ടാണ്, സത്യസന്ധമായിക്കൊണ്ടാണ്, ഏറ്റവും യാഥാർത്ഥ്യമായ കാര്യമായിക്കൊണ്ടാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് വേണം? ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. നീ ഫഅ്ബുദില്ലാഹ്, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുക. മുഖ്ലിസൻ, ആത്മാർത്ഥമായി, നിഷ്കളങ്കമായി, ലഹു, അവന്, അദ്ദീൻ, കീഴ്വണക്കം. ദീൻ എന്ന വാക്കിന് കീഴ്വണക്കം എന്നും മതം എന്നും അനുഷ്ഠാനം എന്നും അനുസരണമെന്നും എല്ലാം അർത്ഥമുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരാശയം തന്നെയാണ് ഖുർആനിൽ വന്നിട്ടുള്ള ഈ പദം. തഫ്സീറുകളിൽ പലതിലും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ മനുഷ്യന്റെ കീഴ്വണക്കം ആത്മാർത്ഥമായി കൊണ്ടായിരിക്കണം എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. മുഖ്ലിസൻ ലഹു അദ്ദീൻ. അദ്ദീൻ, ദീൻ, കീഴ്വണക്കം, അനുസരണം, ദീൻ, മതം, അത് അല്ലാഹുവിന് ഇഖ്ലാസോടുകൂടി ചെയ്യാൻ വേണ്ടി, അങ്ങനെ ഇബാദത്തെടുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനോട് ഏതാണ്ട് ചേർന്ന് വരുന്ന ഒരർത്ഥം ആരാധന എന്നാണ്. അതായത് ദുആ ഉള്ളതിനാണ് അദ്ദുആഉ ഹുവൽ ഇബാദ. എവിടെയാണ് ദുആ ഉള്ളത് അതാണ് ഇബാദത്ത്. മറഞ്ഞ വഴിയിൽ, അദൃശ്യമായ നിലക്ക്, അമാനുഷികമായ നിലക്ക് സഹായം ആവശ്യപ്പെടുന്ന, ഗുണം പ്രതീക്ഷിക്കുന്ന, ദോഷമകറ്റാൻ ആവശ്യപ്പെടുന്ന ഗൈബിയായ നിലക്കുള്ള വിളിച്ചുചാട്ടങ്ങളെയാണ് ദുആ എന്ന് പറയുന്നത്, അതുപോലെ ഇബാദത്ത് എന്ന് പറയുന്നത്. അതെല്ലാം തന്നെയും ഇഖ്ലാസോടുകൂടി ആയിരിക്കണം എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ഇഖ്ലാസ് വേണം എന്നുള്ളത് ഖുർആനിൽ സൂറത്തുൽ ബയ്യിനയിൽ അല്ലാഹു നമ്മോട് പറയുന്നുണ്ട്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ ഹുനഫാഅ. അവിടെ പറഞ്ഞതും ഇതേ അർത്ഥമാണ്. ആളുകളോട് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളത് അവനെ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്നാണ്. അവന് ദീനിനെ ഇഖ്ലാസാക്കിക്കൊണ്ട്, കീഴ്വണക്കം അല്ലാഹുവിന് ആത്മാർത്ഥമാക്കിക്കൊണ്ട്, ഋജു മനസ്കനായിക്കൊണ്ട്, ഹുനഫാഅ, അങ്ങനെ അല്ലാഹുവിന്. പിന്നെ ശേഷം നമസ്കാരവും സക്കാത്തും തുടങ്ങിയ കാര്യങ്ങളും അവിടെ പറയുകയുണ്ടായി. അലാ ലില്ലാഹി ദീനുൽ ഖാലിസു, അറിയുക അല്ലാഹുവിനാണ് ഖാലിസായ ദീൻ, ആത്മാർത്ഥമായുള്ള കീഴ്വണക്കം എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു. ഫദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. നിങ്ങൾ അല്ലാഹുവിന്, അല്ലാഹുവിന്റെ ദീനിന് ഇഖ്ലാസുള്ളവരായി അവനെ വിളിച്ചു തേടുക, കാഫിറുകൾ അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും. ഇതൊക്കെ തന്നെയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാകണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇനി നമ്മൾ നമ്മുടെ അമലുകളിലെ ഇഖ്ലാസ് എങ്ങനെ നഷ്ടപ്പെടുന്നു എന്നുകൂടി നോക്കുക. എന്താ ഇഖ്ലാസ്? നമ്മൾ ചെയ്യുന്ന അമല് അല്ലാഹുവിന് വേണ്ടിയാണ്, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയാണ്, അല്ലാഹുവിന്റെ വജ്ഹിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്, വേറെ യാതൊന്നും അതിലില്ല എന്നതാണ് ശുദ്ധമായ, സംശുദ്ധമായ, പൂർണ്ണമായ ഇഖ്ലാസ് എന്ന് പറയുന്നത്. അത് വളരെ അശ്രദ്ധ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടും. ഇഖ്ലാസ് ഇല്ലാതെ നമ്മുടെ അമലുകളായി പോകും. ഒരു ഹദീസിലുണ്ട്, ഇമാം അഹ്മദ് റഹിമഹുല്ലാ തന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്ക് അസ്ഗർ. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും അധികം ഭയമുള്ള കാര്യം അത് അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്കാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തന്റെ അനുയായികളോടാണ് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്കേറെ ഭയമുള്ള ഒരു കാര്യം ഷിർക്കുൽ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർരിയാഉ, അർരിയാഉ, ആള് കാണാൻ വേണ്ടി ചെയ്യുന്നത്, ലോകമാന്യം, അതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ ഷിർക്കും അസ്ഗറും തമ്മിലുള്ള ബന്ധം? ഷിർക്ക്, അതായത് ഏറ്റവും വലിയ കുറ്റമായ ഷിർക്കുൽ അക്ബർ ഉണ്ടല്ലോ, അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. എന്തിൽ? അള്ളാഹുവിന്റെ ദാത്തിലോ അള്ളാഹുവിന്റെ സിഫത്തിലോ അള്ളാഹുവിനുള്ള ഇബാദത്തിലോ പങ്കുചേർക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹു പൊറുക്കാത്ത പാപമായി ഷിർക്ക് എണ്ണിയിട്ടുള്ളത്. അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കുക. അതേ ഒരു പ്രയോഗമാണ് അശ്ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞിടത്തും പറഞ്ഞ ഷിർക്ക്. അവിടെ എന്താ പങ്കുചേർക്കൽ? ഒരു അമല് ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി ചെയ്യേണ്ട ഒരു അമൽ വേറെ എന്തെങ്കിലും അത് ആഗ്രഹിക്കുമ്പോൾ, കൂടിച്ചേരുമ്പോൾ അങ്ങനെ ഒരു പങ്കുചേർക്കൽ അതിൽ വരുന്നു എന്നതാണ്. ആള് കാണാൻ വേണ്ടി, പേരും പ്രസിദ്ധിക്കും വേണ്ടി, അതുപോലുള്ള കാര്യങ്ങൾ ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് അശ്ശിർക്കുൽ അസ്ഗറിനെ കുറിച്ച് പറഞ്ഞു. ഒരാൾ നമസ്കരിക്കാൻ നിൽക്കുന്നു, എന്നിട്ട് ആള് കാണുമെന്ന് കാണുമ്പോൾ നല്ല നിലയിൽ ആ നമസ്കാരം നടത്തുന്നു, നല്ല ഖിറാഅത്ത് നടത്തുന്നു, ആളുകൾക്ക് ഇവന്റെ നമസ്കാരം കൂടുതൽ നന്ദി എന്ന അഭിപ്രായമുണ്ടാക്കുന്നു, അതുപോലും അശ്ശിർക്കുൽ അസ്ഗറിൽ പെടും എന്ന്. അപ്പോൾ നോക്കൂ, നമ്മൾ മനുഷ്യരാണ്. ഏത് മനുഷ്യൻ്റെയും മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ചില ദൗർബല്യങ്ങളാണ് ഞാൻ ചെയ്യുന്ന കാര്യം ആളുകൾ അംഗീകരിക്കണം, നാലാളുകൾ ഇത് കാണണം, ഞാൻ നല്ലവനാണ് എന്ന് തോന്നണം, അങ്ങനെയുള്ള റിയാകൾ. അപ്പൊ അള്ളാഹ്ക്കുള്ള ഒരു കർമ്മത്തിൽ വേറെ ഒരാളെ പങ്കുചേർക്കുന്നു എന്നതാണ് ഇവിടെ കാണുന്ന അശ്ശിർക്കുൽ അസ്ഗർ എന്ന പ്രയോഗത്തിന്റെ കാരണം. അത് വളരെ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലുല്ലാഹു ജല്ല വഅല, അല്ലാഹു ജല്ല വഅല, അല്ലാഹു പറയുന്നു, അന അഗ്ന ശുറകായി അനി ശിർക്ക്, ഞാൻ എല്ലാ ശിർക്കിൽ നിന്നും, എല്ലാ ശരീക്കന്മാരിൽ നിന്നും ഞാൻ ഏറെ ഐശ്വര്യവാനാകുന്നു. എനിക്ക് ശിർക്ക് ആവശ്യമില്ല, എന്നിലാരും പങ്കുചേർക്കേണ്ടതില്ല, എന്നോരാരും പങ്കുചേരുകയുമില്ല. ഞാൻ മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി തറക്തുഹു വശിർക്കഹു. ഒരു അമല് ഒരാൾ ചെയ്യുകയും അതിൽ എൻ്റെ കൂടെ ഞാനല്ലാത്തവരെയും കൂടി കൂട്ടുകയും ചെയ്താൽ അവനെയും ഞാൻ ഉപേക്ഷിക്കും, അവന്റെ ശിർക്കിനെയും ഞാൻ ഉപേക്ഷിക്കുമെന്ന്. ഇത് ശിർക്കുൽ അസ്ഗറിലും ശിർക്കുൽ അക്ബറിലും പെടുന്ന ഒരു സംഗതിയാണ്. അള്ളാഹ്ക്കുള്ള ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായി ചെയ്യണമെന്നത് ഇഖ്ലാസിന്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമാണ് എന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും അങ്ങനെ ആവാതെ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. കാര്യപ്പെട്ട ആളുകൾ പറയുമ്പോൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും പുണ്യകർമ്മം ചെയ്യേണ്ട അവസരങ്ങൾ ആരും പറയാതെ കൺമുമ്പിൽ കാണുമ്പോൾ അവഗണിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇത് പിരിവിന് പോകുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് പിരിവിന്? പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ഒരു സ്ഥലത്തെ മുസ്ലിമീങ്ങൾക്ക് നമസ്കരിക്കാൻ, പള്ളിയുണ്ടാക്കാൻ, രോഗം പിടിച്ച രോഗികളെ സംരക്ഷിക്കാൻ, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതാണല്ലോ. ഇതാര് തന്നു എന്ന് പോലും നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞ് ദാനം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. എത്ര ആളുകളുണ്ടായി ഇത് ഇന്നർക്ക് കൊടുക്കണം, ആര് തന്നു എന്നൊന്നും പറയണ്ട. എന്നാൽ അവർക്കറിയാം അത് അള്ളാഹിൻ്റെ അടുത്ത് റെക്കോർഡായി കഴിഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രതിഫലവും കിട്ടും. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവസരം മുമ്പിൽ കാണുമ്പോൾ അത് അവഗണിക്കുകയും പിന്നെ വേണ്ടപ്പെട്ട നാലാളുകൾ വീട്ടിൽ വന്ന് പറയുമ്പോൾ കൊടുക്കുകയും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾ വിളിച്ചു പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതേ സംഗതി
ഇതേ ആവശ്യം അല്ലെങ്കിൽ അവഗണിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ എന്തിനാ കൊടുത്തത്? ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണിത്, ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നതാണ്, ഞാനിത് ചെയ്താൽ പുണ്യം കിട്ടുന്നതാണ്, അള്ളാഹുവിന്റെ ഹൈറും ബർക്കത്തും ഉണ്ടാകുന്നതാണ് എന്ന് വിചാരിച്ച് ചെയ്യേണ്ട കാര്യത്തിൽ നമ്മൾ മറ്റു പലതും ആഗ്രഹിക്കുകയും മറ്റു പലതും പരിഗണിക്കുകയും അങ്ങനെ അള്ളാഹുവിന് മാത്രം, അള്ളാഹുവിന്റെ വജ്ഹിന് മാത്രം, അള്ളാഹുവിന് ഇഖ്ലാസായി മാത്രം എന്നത് പോയി മറ്റു പലതും ആയിത്തീരുകയും ചെയ്യുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ, എനിക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പേടി അത് അശ്ശിർക്കുൽ അസ്ഗറാണ്, റിയാ ആണ് എന്ന് പറഞ്ഞത് ആയിത്തീരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളെല്ലാം അവനോട് ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. നമ്മുടെ ഇഖ്ലാസ്, ഒരു പുണ്യകർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ അതിനനുസരിച്ച് അല്ലാഹു തആല നമുക്ക് പ്രതിഫലം നൽകും എന്നതിന് ഒരുപാട് ഹദീസുകളിൽ തെളിവുണ്ട്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യഗ്റിസു ഗർസൻ ഔ യസ്റഉ സർഅൻ. ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു ചെടി നടുകയോ ഒരു കൃഷി ചെയ്യുകയോ ചെയ്തിട്ട്, കൃഷി ചെയ്യുക, ചെടി നടുക, അപ്പം അതൊരു ഇബാദത്തിന്റെ വശമായിട്ടുള്ളതല്ല, ജീവിതാവശ്യത്തിന്റെ ഭാഗമാണല്ലോ കൃഷി ചെയ്യുക, കച്ചവടം ചെയ്യുക, ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഭക്ഷ്യവസ്തുക്കൾ, കായ്കനികൾ, പഴങ്ങൾ, ഫലവർഗങ്ങൾ, തണൽ എല്ലാം ലഭിക്കുന്ന മരങ്ങൾ കുഴിച്ചിടുക എന്നത് മനുഷ്യരുടെ, ദീനുള്ളവരുടെയും ദീനില്ലാത്തവരുടെയും മുസ്ലിങ്ങളുടെയും മുസ്ലിങ്ങളല്ലാത്തവരുടെയും ഒക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് മരം കുഴിച്ചിടുക. അപ്പൊ ഏതെങ്കിലും ഒരു മുസ്ലിം അവൻ ഒരു മരം കുഴിച്ചിടുന്നു, ഒരു ചെടി നടുന്നു, ഒരു കൃഷി ചെയ്യുന്നു, എന്നിട്ട് ഫയഅകുലു മിൻഹു തയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ. ആ മരത്തിലുണ്ടാകുന്ന കായ്കനികൾ, ഫലവർഗങ്ങൾ, പഴങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഇലകൾ എന്തെങ്കിലും അത് ഒരു പക്ഷിയോ ഒരു മനുഷ്യനോ ഒരു മൃഗമോ തിന്നുകയും ചെയ്താൽ ഇല്ലാ കാന ലഹു സദഖ, അത് അവന് സദഖയായിരിക്കുന്നതാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണിത്. ഒരു മുസ്ലിം ഒരു ചെടി കുഴിച്ചിട്ടു, അത് വളർന്നു വലുതായി, അതിൽ പഴങ്ങളും കായ്കനികളും ഒക്കെ ഉണ്ടായി, അത് പക്ഷി തിന്നു, മൃഗങ്ങൾ തിന്നു, മനുഷ്യന്മാർ തിന്നു, ആരെങ്കിലും തിന്നു എങ്കിൽ അത് ഇവന് സദഖയാകുന്നു. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ സദഖയാകണമെങ്കിൽ അവിടെ ഒരു നിയ്യത്തും കൂടും വേണം. ഇല്ലെങ്കിൽ ആവില്ലല്ലോ, കാരണം എല്ലാവരും ചെയ്യുന്നൊരു പണിയല്ലേ. എല്ലാവരും ചെയ്യുന്ന ഈ പണി മുഅ്മിനായ ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ ഇക്കാര്യം ഒരു പുണ്യകർമ്മമാവട്ടെ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമാവട്ടെ എന്നൊരു നിയ്യത്തുണ്ടായാൽ അത് ഒരു സാലിഹായ അമലായി സദഖയായി പരിഗണിക്കും. നമ്മളൊക്കെ നേരം പുലർന്നാൽ ആദ്യമായി പല്ല് തേക്കുമല്ലോ, സിവാക്ക്. എല്ലാവരും പല്ല് തേക്കുന്നുണ്ട്, പക്ഷേ പല്ല് തേക്കുന്നത് ദീനിൽ വളരെ പുണ്യമുള്ളൊരു സുന്നത്താണ് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് ആ നിലയിൽ പല്ല് തേക്കുമ്പോൾ നമുക്ക് ഒരു സുന്നത്ത് അനുഷ്ഠിച്ച കൂലിയാണ് കിട്ടുന്നത്. നമ്മൾ ദീനിൽ വന്ന കാര്യങ്ങൾക്ക് നമ്മുടെ മനസ്സ് അതിനൂലമായി നിൽക്കുമ്പോൾ, ഇഖ്ലാസ് ഉണ്ടാകുമ്പോൾ പുണ്യം കിട്ടുന്നു എന്നതാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങൾക്കും ഈ നിയ്യത്തനുസരിച്ച്, അവന്റെ ഇഖ്ലാസ് അനുസരിച്ച് കൂലി കിട്ടും എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ എണ്ണി പറഞ്ഞു. ഇത് സദഖ എന്ന് പറഞ്ഞല്ലോ. അംറു ബിൽ മഅറൂഫ് സദഖയാണെന്നാണ്, നല്ലത് കൽപ്പിക്കൽ. നഹിയുൻ അനിൽ മുൻകർ സദഖയാന്ന് പറഞ്ഞു, തിന്മ വിരോധിക്കൽ. അതുപോലെ തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നീ നിന്റെ ഒരു സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ
ആ പുഞ്ചിരി സദഖയാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ എല്ലാ അവയവങ്ങളിലും സദഖയുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ലൈംഗികമായി ബന്ധപ്പെടുന്നതും സദഖയാണെന്ന് പറഞ്ഞു. അപ്പൊ സഹാബിമാർ ചോദിച്ചു, അതെങ്ങനെയാ സദഖയാവുക? ആളുകൾ അവരുടെ ഒരു വൈകാരിക ആവശ്യത്തിന് വേണ്ടി ഇണചേരുന്നതിൽ എന്താ സദഖ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഹറാമായ നിലയിൽ ചെയ്താൽ അത് കുറ്റമല്ലേ? ആണ്. എങ്കിൽ അത് ഹലാലായ കാര്യത്തിൽ ചെയ്താൽ അത് സദഖയാണ് എന്ന് പറഞ്ഞാൽ പുണ്യമാണ് എന്ന്. അപ്പോൾ ഒരു ഹലാലായ കാര്യത്തെ പുണ്യമാക്കി തീർക്കുന്നത് ഈ ഇഖ്ലാസും നിയ്യത്തുമാണ് എന്നർത്ഥം. അപ്പോൾ വളരെ വലിയ ഒരു വിഷയമാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പുണ്യകർമ്മമാക്കി മാറ്റാൻ നമ്മിൽ ഇഖ്ലാസ് ഉണ്ടാവണം, നിയ്യത്തുണ്ടാകണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എത്രയോ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ അവഗണിച്ച് കളയുന്നത്. ഇപ്പൊ നമ്മൾ പള്ളിയിലേക്ക് വന്നില്ലേ, പള്ളിയിൽ കയറുമ്പോൾ വലത്തേക്കാൽ വെച്ച് കയറണം എന്നത് ശീലമാക്കുക. അതൊരു സുന്നത്താണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇടത്തേക്കാൽ വെച്ച് ഇറങ്ങിപ്പോവുക, അത് ശീലമാക്കുക. അതൊരു സുന്നത്താണ്. നിങ്ങൾ ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ മലമൂത്ര വിസർജനത്തിന് കയറുമ്പോൾ ഇടത്തേക്കാൽ വെച്ച് കയറുക, അതൊരു സുന്നത്താണ്. അവിടെ നിന്നിറങ്ങുമ്പോൾ വലത്തേക്കാൽ വെച്ച് ഇറങ്ങുക, അതൊരു സുന്നത്താണ്. അപ്പൊ ഈ സുന്നത്തുകൾ പാലിക്കുന്നിടത്ത് നമ്മുടെ മനസ്സിൽ അതിന് താല്പര്യമുണ്ടാകണം. ഇപ്പൊ നമ്മൾ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ സാധാരണ പലപ്പോഴും ഇമാം പറയല്ലോ, നിങ്ങൾ അടുത്തടുത്ത് ചേർന്ന് നിൽക്കണം, സഫിൽ വളവില്ലാതിരിക്കണം. അത് ഒരു സുന്നത്തായ സംഗതിയാണ്. പക്ഷെ ആളുകൾ എന്ത് ചെയ്യും? ഇടയ്ക്ക് ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഒഴിച്ചിട്ട് നിസ്കരിക്കും. എന്തിനാ ഒരു സുന്നത്ത് കളയുന്നത്? ചേർന്ന് ഇന്നുകൂടെ ഒരു ചെലവുമില്ലല്ലോ. അങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നറിയണ്ടേ? ഒരു പള്ളിയിൽ വന്നാൽ എവിടെ ഇരിക്കണം? പള്ളിയിൽ വന്നാൽ ആദ്യ സഫിൽ വന്നിരിക്കണം, പിന്നെ വന്നാൽ അടുത്ത സഫിലിരിക്കണം, പിന്നെ വന്നാൽ അങ്ങനെ അവസാനം വരുന്ന ആൾ അവസാനം ഇരിക്കണം. ഇതറിയാത്ത ചില ആളുകൾ ആദ്യ സഫ് ഒഴിച്ചിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആദ്യത്തെ സഫ് കിട്ടാൻ വേണ്ടി ആളുകൾ ഓടി വന്നിരുന്നു. ഈ ആദ്യം വന്ന ആളായി തീരാൻ വേണ്ടി എത്രയോ നേരത്തെ. ഇപ്പൊ നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം, ആദ്യം വന്നാലും ചിലര് ബാക്കിൽ പോയിരിക്കും. എന്തിനാണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു അവർക്ക് അറിയാഞ്ഞിട്ടാണെന്നാ. അവിടെ മനസ്സിലാക്കുക, ആദ്യം വന്ന ആളുകൾ ആദ്യം വന്നിരിക്കണം. മറ്റൊരു പ്രശ്നമുള്ളത്, അവസാനം വന്ന ആളുകൾ, അവർക്ക് കൂലി ആദ്യം കിട്ടണേ ആദ്യം വരണല്ലോ അല്ലേ? എന്നിട്ട് അവസാനം വന്ന ആളുകളുടെ ചുമല് കടന്ന് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഒരാൾ ഇവിടെ വന്നു, ജുമാന്റെ ഹുത്ബന്റെ ഇടയിൽ അയാളോട് പറഞ്ഞ് നമ്മൾ വഷളാക്കരുതെന്നുള്ളതാണ് ഞാനൊന്നും പറയാതിരുന്നത്. പറയേണ്ടത് അവിടെ ഇരിക്കുന്നതാണ്. അതെന്തിനാ അയാൾ അങ്ങനെ വരുന്നത്? ബാക്കിൽ വന്ന ആൾക്ക് അവിടെ ഇരുന്നൂടെ? അല്ലെ മുകളിൽ കയറിപ്പോയിക്കൂടെ? ആളുകളുടെ ഇടയിൽ ചാടിക്കടന്ന് പോകരുതെന്ന് ഹദീസ് തന്നെ ഉണ്ട്. ഹദീസ്. അപ്പൊ രണ്ടും ശ്രദ്ധിക്കുക. ആദ്യം വന്ന ആൾ ആദ്യം വന്നിരിക്കുക, ഇടക്കൊഴിവില്ലാതിരിക്കുക. അവസാനം വരുന്ന ആളുകൾ അവസാനം, അതാണ് അവരുടെ സ്ഥലം. അവർ നേരം വൈകിട്ടല്ലേ, ഈ ആളുകൾ നേരത്തെ വന്നിട്ടല്ലേ. അതുകൊണ്ട് അങ്ങനെ ചാടിക്കടന്ന് വരാതെ ബാക്കിലുള്ള സ്ഥലത്തിരിക്കുക. അതതിൻ്റെ ഒരു അദബും അതിൻ്റെ ഒരു മര്യാദയാണ് എന്നറിയാം. പള്ളിയിലെത്തിയ ആളുകൾ, ആദ്യമെത്തിയ ആളുകൾ എന്താ ചെയ്യേണ്ടത്? 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കണം. ആ തഹിയ്യത്ത് നമസ്കരിക്കാതെ ഇരിക്കുന്നത് സുന്നത്തിനെതിരാണ്. ചെറിയ കാര്യമല്ലേ? 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പള്ളിയിൽ ഇരുന്നൂടെ? ഏതായാലും വെള്ളിയാഴ്ച വന്നതല്ലേ, കൂലി കിട്ടുന്ന സംഗതിയല്ലേ? ഇതൊക്കെ ഞാൻ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എങ്കിൽ നമ്മുടെ മനസ്സിൽ ആ അറിവും ഇഖ്ലാസും നിയ്യത്തും ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പുണ്യം ആയി തീരുന്നതാണ്. അത് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന കുറ്റങ്ങളും പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുടെ എല്ലാ ക്ലേശങ്ങളെയും അല്ലാഹുവേ നീ ദൂരീകരിച്ച് തരണമേ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ നീ ഷിഫയാക്കി തരണമേ. ദുആ ചെയ്യണമെന്ന് ഞങ്ങളോട് വസിയത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും അല്ലാഹുവേ നീ പൂർത്തീകരിച്ച് തരണമേ. ഇസ്ലാമും മുസ്ലിം സമുദായവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പീഡനങ്ങളും തരണം ചെയ്യാനുള്ള ഈമാനും ശക്തിയും നൽകി ഈ സമുദായത്തെ പടച്ചവനെ നീ അനുഗ്രഹിക്കണമേ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.